Hey peeps, welcome back to Overthinker പൈസേൻ്റെ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ വീഡിയോയിലും സെയിം ഡ്രസ്സ്, ഈ വീഡിയോയിലും സെയിം ഡ്രസ്സ്, ഒരു കണ്ടിന്യൂറ്റി കിട്ടിക്കോട്ടെ എന്ന് എഴുതി. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ ചോദിച്ചാൽ, നമ്മുടെ Q&Aയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മൈക്സ് കൊളീഗ് വിദ്യ ചോദിച്ചിരുന്ന 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതായിരുന്നു എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ആൻസർ ചെയ്യാം. പക്ഷേ അതിനകത്ത് ഇവിടെ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എന്താണ് എൻ്റെ ഹോബീസ്, ഒഴിവ് സമയങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്ന്. അതിന് മഞ്ജു വാര്യർ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ഒഴിവ് സമയത്ത് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് ഒഴിവ് സമയം ആവുന്നില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ഈ വീഡിയോ എനിവേസ് ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്ന ഒരു 20 minutes ആയിരിക്കും എല്ലാ ലോങ് വീഡിയോസിനും. അത്രയൊക്കെ മതി, ഇത്രയൊക്കെ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ ക്ഷമയുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ വീഡിയോയിൽ ഐ എം തിങ്കിങ് ഓഫ് ഡൂയിങ് ഓൺലി ദി ഹോബീസ്. അപ്പോൾ അവൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഹോബീസ്, ആ ഹോബീസിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബി ഏതാണ്? സോ വിദ്യ, ദിസ് ഇസ് യുവർ ആൻസർ. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിരിക്കും ഇന്ന് ഈ വീഡിയോ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടായിട്ട് മൈ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹോബി എന്താണെന്ന് കണ്ടാലോ? അതെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, ആ ഹോബി എന്താണെന്ന്. ഓക്കെ, അപ്പം ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ ഹിയർ വിത്ത്, ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ദി ഫസ്റ്റ് ഹോബി ഓഫ് മൈ. സോ പീപ്സ്, ഇതാണ് എൻ്റെ ഹോബിയുടെ പ്രധാന കേന്ദ്രം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഞാനൊരു ഇച്ചിരി മൂവി ഫ്രീക്കാണ്. എനിക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ മൂവി കാണാൻ, മൂവി അനാലിസിസ് കാണാൻ ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാനൊരു സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ സിനിമയുടെ പേര് ഈക്കോ. ഒറ്റയ്ക്കാണ് കാണുന്നത്. അങ്ങനെ അഡൾട്ടിങ്ങിൻ്റെ ഈ ഒരു ഫേസിൽ എപ്പോഴും ഒന്നും കൂട്ടുകാരെ കിട്ടാറില്ല ഒരു സിനിമയൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ തന്നെ അങ്ങ് പോവുക, അത് തന്നെയുള്ളൂ മാർഗം. പലരും ചോദിക്കാറുണ്ട്, സിനിമയൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് കാണാൻ പറ്റുന്നു? ഒറ്റയ്ക്ക് കാണാൻ പറ്റുമെന്നേ. സിനിമ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ തന്നെ കമ്പനി എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സിനിമയും ഒറ്റയ്ക്ക് കാണാനൊക്കെ പറ്റും. ഒരു സിനിമയെന്നല്ല, ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സിനിമകൾ പറഞ്ഞുതരാം. മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്, എമ്പുരാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ അതെ ഈക്കോ കാണാൻ വന്നു. കിഷ്കിന്ധാകാന്ഡം ഇല്ല, കൂട്ടുകാരുടെ കൂടെയാണ് കണ്ടത്. അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്. വന്നാണ്. ബാക്കി വിശേഷം മേളിൽ പോയിട്ട് കാണിച്ചു തരാം. ബൈ. ഹേയ് പീപ്സ്, ഞാനിങ്ങനെ സിനിമ കണ്ട് തിരിച്ചു വന്നു. ഞാൻ കണ്ട സിനിമ എക്കോ ആയിരുന്നു. എക്കോ ആക്ച്വലി ഞാനൊരു മൂവി റിവ്യൂവർ ഒന്നും അല്ല, പക്ഷേ ഐ ഹാവ് എ വെരി കീൻ ഇൻട്രസ്റ്റ് ഇൻ മൂവി. അതാണ് എൻ്റെ ഹോബി എന്ന് പറഞ്ഞതിന് എന്താണ് കാരണം എന്നുള്ള ബാക്ക് സ്റ്റോറി ഞാൻ പറയാം. ഇറ്റ് ഹാസ് സംതിങ് ടു ലിങ്ക് വിത്ത് ദ ചൈൽഡ്ഹുഡ് ഓൾസോ. പിന്നെ ഞാൻ പഠിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഈ മൂവീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ആൻഡ് കമ്മിങ് ടു ദിസ് സ്റ്റോറി, അപ്പം വളരെ ചെറിയ വാക്കിൽ ഈ സിനിമ എനിക്ക് എങ്ങനെ ഇഷ്ടമായി എന്നൊന്ന് പറഞ്ഞു വയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ റിവ്യൂ, ഇറ്റ്സ് ആൻ ഒപ്പീനിയൻ. ഓക്കെ, അപ്പം ഈ സിനിമയുടെ ഡയറക്ടർ ദിൻജിത്ത് ആണ്. ആൻഡ് ഇത് റിട്ടൺ ആൻഡ് ഷോട്ട് ബൈ ബാഹുൽ രമേശ്. ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ്. ഈ സിനിമയുടെ ഈ റൈറ്റർ ബാഹുൽ ആണ് കിഷ്കിന്ധാകാന്ഡവും പിന്നെ കേരള ക്രൈം ഫയൽസ് 2 ഒക്കെ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. I think this writer has a connection somehow with the dogs. I don't know how. എന്ന് തോന്നുന്നു. He shows pets in such a way that അവരും അതിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് മാറുവാണ് ആ സിനിമയിൽ. അപ്പം ഈ സിനിമയുടെ കഥ ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ നോവൽ വായിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ് ഒക്കെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു നോവൽ വായിച്ചിറങ്ങിയ പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഡയലോഗ് ഡെലിവറീസും പെർഫോമൻസസും ആണ് എല്ലാവരുടെയും. ഇതിനകത്ത് ദ ബെസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ പറയാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഈ പഴയ നമ്മൾ കണ്ടു വളർന്ന ചില ആക്ടേഴ്സിനെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പം കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ തരത്തിലാണ്. അത് ആക്ടർ
വിനീത് ആയിക്കോട്ടെ, അശോകനായിക്കോട്ടെ, അവരെയൊക്കെ പെർഫോം ചെയ്യുന്ന കാണുമ്പോഴത്തേനും നമുക്കൊരുണ്ടല്ലോ, എവിടെ ആയിരുന്നു ഇവരെല്ലാം, എവിടെ പോയി കിടക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ തോന്നും. അവരെ എന്ത് ഇപ്പോഴും ഒരുപാട് സിനിമകളിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഓരോ പുതിയ പുതിയ സിനിമകൾ കാണുമ്പോൾ ഇറ്റ്സ് സച്ച് എന്തോ നമുക്ക് നൊസ്റ്റാൾജിയ വരും. പഴയ നടന്മാരൊക്കെ എന്ത് പൊളിയായിട്ടാണ് അഭിനയിക്കുന്നതെന്നൊരു സാധനം. അപ്പം അങ്ങനെ തോന്നുന്ന ഒരു പടമായിരുന്നു ഇത്. ആൻഡ് അവരോടൊപ്പം പിടിച്ചു നിന്നത് 2 ലീഡ് ചെയ്തിരിക്കുന്ന ദ ലേഡി, ഞാൻ മ്ലാത്തി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ സിനിമയിലെ പേര്. അപ്പം ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പുള്ളിക്കാരിയും പിന്നെ സന്ദീപ് പ്രദീപിൻ്റെ എക്സലൻറ്റ് ആക്ടിങ്. അയ്യോ, ഒന്നും പറയാനില്ല. ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഉണ്ട് ടുവേർഡ്സ് എൻഡൊക്കെ. അയ്യോ, ദറ്റ്സ് ട്രമെൻഡസ്. ആ സന്ദീപ് അവൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഒരു ആക്ടർ ആകണം എന്ന് ആഗ്രഹിച്ച് വന്നതിൻ്റെ എല്ലാ ഡെഡിക്കേഷനും അവൻ ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇറ്റ്സ് വെരി എവിഡൻറ്റ്. സിനിമ ഒരു സ്ലോ പേസിലാണ് പോകുന്നതെങ്കിലും ടുവേർഡ്സ് ഒരു ലാസ്റ്റ് 20-30 മിനിറ്റ്സിലാണ് ഇതിൻ്റെ ഒരു വലിയ പ്ലോട്ട് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അപ്പം ദോസ് ഹു ആർ വാച്ചിങ് ദിസ് മൂവി ഡോണ്ട് തിങ്ക് ദാറ്റ് ഒരു പകുതി വരെ എത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണേ ഇവിടെ എന്നൊരു തോട്ട് വരും. പക്ഷേ അതിങ്ങനെ അവസാനം വരെ ഗ്രിപ്പിങ്ങിൽ കൊണ്ടുപോകുന്നത് അതിൻ്റെ ദ വേ ഇറ്റ് ഇസ് റിട്ടൺ അത് തന്നെയാണ്. ദ സ്ക്രീൻ പ്ലേ, ദി റൈറ്റിംഗ് ആൻഡ് ദ വിഷ്വൽസ്, ട്രമെൻഡസ് വിഷ്വൽസ് ഉണ്ട് അതിനകത്ത്. സൂപ്പർ. ചില വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പടം എടുത്ത് നമുക്കത് ഫ്രെയിം ചെയ്താലോ എന്നൊക്കെ വരെ തോന്നും. അതുപോലെ നല്ല 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 പിക്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല നല്ല ഫ്രെയിംസ് ഉണ്ടായിരുന്നു സിനിമയിൽ. സോ അതായിരുന്നു ഇക്കോൻ്റെ എൻ്റെ എക്സ്പീരിയൻസ്. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് എവരി വൺ ടു വാച്ച് ഇറ്റ്. ആൻഡ് ദോസ് ഹു ആർ ക്രൈം ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ബുക്സൊക്കെ വായിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക്, സസ്പെൻസ് ത്രില്ലേഴ്സ് ആയിട്ടുള്ള ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് എക്കോ. അപ്പോൾ അതാണ് എൻ്റെ ഇന്ന് കണ്ട മൂവിയുടെ എക്സ്പീരിയൻസ്, ലൈക്ക് ഹൗ ഇറ്റ് വാസ് എന്നുള്ളത്. ഇനി കമ്മിങ് ടു ദി ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്ക് ഈസ് ലൈക്ക് ഞാൻ എൻ്റെ ചെറുതിലേ തൊട്ടേ എൻ്റെ പപ്പയെ കാണുന്നത് സ്കൂൾ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഒരു 6 മണി 7 മണി കഴിയുമ്പോഴത്തേനും പപ്പ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ടിവിയുടെ ഫ്രണ്ടായിരിക്കും. വാർത്ത അതിപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് വാർത്ത കാണണം. ഇന്ന് നിശ്ചിത സമയങ്ങളിലുണ്ടല്ലോ, 1 മണി, 8 മണി, 6 മണി, 1 മണി, രാവിലെ പിന്നെ 8 മണി, 1 മണി, 6 മണി, 8 മണി, ഈ ഒരു അതിലിങ്ങനെ വാർത്ത കാണാനായിട്ട് ഗ്രാൻഡ് പാരൻസും അല്ലാത്ത സമയങ്ങളിലൊക്കെ വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ അപ്പയും ഇതുപോലെ സിനിമ TV ഫുൾ ടൈം വെച്ചിട്ടുണ്ടാവും. അപ്പം വാട്ട് ഹാപ്പൻഡ് ഇസ് അൺടിൽ ദ ഏജ് ഓഫ് അൺടിൽ 4th സ്റ്റാൻഡേർഡ് നമുക്കന്നൊക്കെ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഈ ഇഡിയറ്റ് ബോക്സ് ആയിരുന്നു നമ്മളുടെ മെയിൻ, എന്നുവെച്ചാൽ നമ്മുടെ പാരൻസിൻ്റെ, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ മെയിൻ ശത്രു, പ്രിൻസിപ്പളിൻ്റെയൊക്കെ മെയിൻ ശത്രു ഇഡിയറ്റ് ബോക്സ് ആയിരുന്നു. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് സ്കൂളിലൊക്കെ ടീച്ചേഴ്സും. I remember we used to get this announcement from സ്കൂളിലെ റെഗുലർ രാവിലത്തെ സ്പീക്കറിൽ വരുന്ന അസംബ്ലിയിൽ തന്നെ സിസ്റ്റർ ഇങ്ങനെ പറയും, ഡോണ്ട് ബി ലൈക്ക് എ കൗച്ച് പൊട്ടറ്റോസ് ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഇഡിയറ്റ് ബോക്സ്. ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന എനിക്കറിയില്ല. കൗച്ച് പൊട്ടറ്റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഷ്യൻ, സോഫയിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഇഡിയറ്റ് ബോക്സ് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് തിന്ന് ഒബീസാകുന്നവരെന്നാണ് ഈ കൗച്ച് പൊട്ടറ്റോ എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ആയി പോകാതെ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ അവർ അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നേരെ തിരിഞ്ഞു. ഇറ്റ് ഹാസ് ടേൺ ടു ഫോൺസ്, ടാബ്ലറ്റ്സ്, മറ്റേ സെൽഫോൺ ടാബ്സ് ഇതൊക്കെയായി മാറിയിട്ടുണ്ട്. അപ്പം അൺടിൽ 4th സ്റ്റാൻഡേർഡ് ഐ യൂസ് ടു ബി ലൈക്ക് ഫുള്ളി TV കണ്ടുകൊണ്ടിരിക്കുക. പരീക്ഷയാകുമ്പോൾ അമ്മ പഠിപ്പിച്ച് വരും. 4th സ്റ്റാൻഡേർഡ് ഇപ്പോൾ അമ്മ പഠിപ്പിക്കുന്നത് നിർത്തി, തന്നെ പഠിപ്പിക്കാറൊക്കെ ആയല്ലോ, തന്നെ പഠിച്ചോ എന്നുള്ള മൈൻഡായിരുന്നു. അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അപ്പോൾ ഈ 4th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ എന്താ TV കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ്, സൂര്യ, ഇങ്ങനത്തെ ചാനൽസിൻ്റെയൊക്കെ ഐ തിങ്ക് ഏഷ്യാനെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മൈ ബർത്ത് ഇയർ. ഐ തിങ്ക് സോ 96, 99 അല്ല 96 ആ സമയത്തെങ്ങാണ്ടാണ്. അതെനിക്ക് കറക്റ്റ് ഹിസ്റ്ററി നോക്കിയാലേ അറിയത്തുള്ളൂ. ഏഷ്യാനെറ്റ്
നെറ്റ്വർക്ക്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം ഏഷ്യാനെറ്റിൻ്റെ വരവോടെ ആണല്ലോ നമുക്ക് കുറേയൊക്കെ മലയാളം സിനിമകൾ, മലയാളം ചാനലുകൾ, മലയാളം സീരിയൽസ്, സ്ത്രീ പോലത്തെ സീരിയലൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1ലും 2ലൊക്കെ പഠിക്കുമ്പോൾ സ്ത്രീ റണ്ണിങ് ആണ്. അപ്പം ഈ മുതിർന്നവരുടെ കൂടെ ശരിക്കും സീരിയൽ ആക്ച്വലി പിള്ളേർക്കുള്ളതല്ല എന്നാണ് പറയുക, പക്ഷേ വീട്ടിലെ മുതിർന്നവർ കാണുമ്പോൾ നമ്മളും ഇരിക്കുമല്ലോ, അങ്ങനെ കാണാറുണ്ടായിരുന്ന സീരിയലായിരുന്നു സ്ത്രീ. പിന്നെ മൂവീസ് ഓർത്തെടുക്കുവാണെങ്കിൽ തേന്മാവിൻ കൊമ്പത്ത്, പിന്നെ രാവണപ്രഭുവിനൊക്കെ മുമ്പ് തേന്മാവിൻ കൊമ്പത്ത് കിലുക്കം, ബോയിങ്, പിന്നെ വരുന്ന പടങ്ങൾ ഏതൊക്കെയായിരുന്നു? മണിച്ചിത്രത്താഴ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. നാട്ടിൽ നമുക്കന്ന് ഈ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ഏഷ്യാനെറ്റ് പോലത്തെ കേബിൾ നെറ്റ്വർക്ക് എടുക്കാത്ത വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്ന ആൻറ്റീനയിൽ കിട്ടുന്ന ഒരു ചാനലാണ് DD1, DD2, പിന്നെ DD മലയാളം ഒക്കെ. അപ്പോൾ ഈ DD മലയാളത്തിലൊക്കെ ശനിയോ ഞായറോ എപ്പോഴും ആണ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉച്ചയ്ക്കൊരു ഉച്ചര സമയം ഒരു 2:30-3 മണിയാകുമ്പോഴത്തേനും തുടങ്ങും സിനിമകൾ. അതൊരു 4 മണി, 4:30, 5 മണി വരെ കാണും. പിന്നെ അതിൻ്റെ ചിത്രഗീതം, അങ്ങനത്തെ പ്രോഗ്രാംസാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടായിട്ട് നാട്ടിലൊക്കെ പോകുമ്പം ഇങ്ങനെ പൊക്കത്തിലാണ് വീടുകളൊക്കെ, വെച്ചാൽ ഒരു മലമ്പ്രദേശമാണ്. അപ്പോൾ അവിടെ ഏറ്റവും മേളത്തെ വീട്ടിലാണ്, മേളത്തെ ഒരു ടോപ്പ് പൊസിഷനിലുള്ള വീടായിരിക്കും നമുക്ക്. അപ്പം അവിടെ നിന്ന് താഴെയുള്ള വലിയ വീട്ടിലേക്ക് വന്ന് ആ വീട്ടിലെ TV വേണം കാണാൻ. അപ്പോൾ അത് അവിടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും ആൾക്കാർ ഇരുന്ന് TV കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അന്നൊക്കെ അതൊരു സ്കെയറി മൂവി ആയിട്ട് മാത്രമേ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. പിന്നെയാണ് ഇതിൻ്റെ വളർന്ന് വലുതായി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്, സൈക്കോസിസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത് മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയായിരുന്നു ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ഉഴപ്പുന്ന ഒരു ഇതിലേക്ക് ഇനി TVയുടെ മുമ്പിൽ ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു ധാരണ അപ്പന് തോന്നിക്കാണും. അങ്ങനെയാണ് D2H അല്ല DTH സർവീസ് ഗവൺമെൻറ്റിൻ്റെ ആണ് അത്. എന്ന് വെച്ചാൽ ഈ നാഷണൽ ചാനൽസ് മാത്രമേ TV കിട്ടുള്ളൂ. അപ്പോൾ DTH എടുത്തിട്ട് നാഷണൽ ചാനൽസിൻ്റെ കൂടൊപ്പം കിട്ടുന്ന 1-2 മലയാളം തമിഴ് ചാനൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന് കൈരളി, പിന്നെ സ്റ്റാർ ഉത്സവം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതായത് സ്റ്റാർ പ്ലസിൽ റൺ ചെയ്യുന്ന സീരിയൽസിൻ്റെ പഴയ എപ്പിസോഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനൽ സ്റ്റാർ ഉത്സവ്. പിന്നെ ഉള്ളത് സൂര്യ, ഏഷ്യാനെറ്റ്, അങ്ങനത്തെ ഒരു ചാനലും ഇല്ല, എല്ലാം പോയി. അമൃത ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അമൃത TV ഒക്കെ അന്ന് ബഡ്ഡിങ് ആണ് ആ ഒരു ടൈമിൽ. അപ്പോൾ ഈ ചാനൽസിൻ്റെ ഹ്യൂജ് നമ്പർ ഓഫ് ചാനൽസിൻ്റെ എണ്ണത്തിൽ നിന്ന് വളരെ ചെറുതായിട്ട് ചുരുങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ലാംഗ്വേജസ് കണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അതായത് ഹിന്ദിയിലേക്ക് ചാടേണ്ട അവസ്ഥ. ഹിന്ദിയിൽ ആ സമയത്ത് ഈ പറഞ്ഞ സ്റ്റാർ ഉത്സവ് പോലെ സീസ്മൈൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഈ കോമഡി സീരിയൽസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ അതിലേക്ക് മാറിയപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാള സിനിമകൾ കാണുന്നതൊക്കെ മിസ്സാകാൻ തുടങ്ങി. ആകെ ഉള്ളത് കൈരളിയിലാണെങ്കിൽ ആ സമയത്തൊക്കെ വാർത്തകളും ഇടയ്ക്കിടയ്ക്കൊക്കെ പാട്ടും ചില മ്യൂസിക് പ്രോഗ്രാംസ് അല്ലാതെ വേറൊന്നുമില്ല. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിവൃത്തികേട് കൊണ്ട് നാഷണൽ ചാനൽസ് കാണേണ്ട അവസ്ഥയായി. സീസ്മയിലും സ്റ്റാർ ഉത്സവം ആയിരുന്നു മെയിൻ കൾപ്രിറ്റ്സ്. അപ്പം അതിനകത്ത് ഇങ്ങനത്തെ ഹിന്ദി സീരിയൽസ് നിവൃത്തിയില്ല, അതല്ലാതെ വേറൊന്നും കാണാനില്ല. അങ്ങനെ കണ്ടിട്ടാണ് ഹിന്ദി ഒരു 8th 9th 10th ആ ടൈമിലൊക്കെ നമുക്ക് സ്റ്റേറ്റ് സിലബസാണ് ഞാൻ പഠിച്ചത്. അപ്പം വരുമ്പോഴേക്കും ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ് ആയി. പച്ചവെള്ളം പോലെ ഇങ്ങനെ വേഗത്തിൽ ഹിന്ദി എഴുതാനും വായിക്കാനും. വായിക്കുന്നത് അത്ര ഇച്ചിരി പാടാ, പക്ഷേ കേട്ടാൽ മനസ്സിലാക്കാനും എഴുതാനും പറയാനും ഒക്കെ പഠിച്ചത് അങ്ങനെയായിരുന്നു. അതിന് ഞാൻ ഇന്നും എൻ്റെ അപ്പയോട് കടപ്പെട്ടിരിക്കുന്നു. കാര്യം ആ ഒരു ലാംഗ്വേജ് സ്വായത്തമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് സ്പെഷ്യലി എല്ലാവരും ഒന്ന് ഇങ്ങനെ നമ്മൾ ആ കൾച്ചറിലോട്ടൊക്കെ പോയി വർക്ക് ചെയ്ത് കഴിയുമ്പോഴൊക്കെയാണ് എല്ലാവർക്കും ആ ഒരു എക്സ്പോഷർ കിട്ടുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഹിന്ദി നമ്മൾ പഠിക്കുമെങ്കിലും ഈ സ്റ്റേറ്റ് സിലബസിലൊക്കെ നമുക്ക് എല്ലാവർക്കും 100ൽ 100 കിട്ടുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു ഹിന്ദി എന്നൊക്കെ പറയുന്നത്. ദ ഡസൻ മീൻ നമ്മൾ ഇന്ത്യയിൽ ഭയങ്കര അടിപൊളി ആയിരുന്നതല്ല, പക്ഷെ അങ്ങനെയായിരുന്നു ആ കൾച്ചർ. അങ്ങനെയാണ് ഹിന്ദി പഠിച്ചത്. സോ അവിടെ തുടങ്ങിയതാണ് ഹിന്ദി സീരിയൽ അല്ലെങ്കിൽ ഹിന്ദി സിനിമ. പിന്നെ
തമിഴ് മൂവീസ്, തമിഴിലൊക്കെ പിന്നെയും എക്സ്പോഷർ കിട്ടുന്നത് ഒരു ഹൈസ്കൂൾ ഒക്കെ ആയ ശേഷം. അതായത് മറ്റു കൂട്ടുകാരിങ്ങനെ ആ സമയത്ത് ഈ കേരളത്തിൽ ഉള്ള ട്രെൻഡായിരുന്നു വിജയ് ആണോ സൂര്യയാണോ വലുത്. വിജയ് സൂര്യ ഫാൻ ഫൈറ്റൊക്കെ ഭയങ്കരമായിട്ട് നടക്കായിരുന്നു. അപ്പോൾ ഞാനൊരു സൂര്യ ഫാനാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കത്തി നിന്ന സിനിമകളാണ് ഈ സൂര്യയുടെയൊക്കെ പീക്ക് മൂമെൻറ്റ്സിൽ നിന്നിട്ടുള്ള സിനിമകൾ. അയാൻ, അല്ലെങ്കിൽ വിനയത്താണ്ടി വരുമായിരുന്നു, സോറി, നെഞ്ചുക്കുൾ പെയ്തിടും മാമയുള്ള സിനിമയുടെ പേരെന്തായിരുന്നു, വാരണമായിരുന്നു. സോ ഇങ്ങനത്തെ മൂവീസ്. അതുപോലെ വലിയ ബ്രേക്ക് വിജയ്ക്ക് കൊടുത്ത പോക്കിരി തുടങ്ങിയിട്ട് അങ്ങോട്ടുള്ള പടങ്ങളൊക്കെ ആ ടൈമിലാണ് ഇറങ്ങുന്നത്. സോ ഈ ഫാൻ ഫൈറ്റ് വാസ് സംതിങ് വെരി മച്ച് ഹാപ്പനിങ് ഡ്യൂറിങ് ദാറ്റ് ടൈം. അപ്പോൾ നമുക്കിങ്ങനെ കോമ്പറ്റീഷൻ, ആ സിനിമ കണ്ടോ, ഈ സിനിമ കണ്ടോ, ആ പാട്ട് കേട്ടോ, ഈ പാട്ട് കേട്ടോ, ഇതൊക്കെ തന്നെയാണ് മിക്ക കോൺവെർസേഷൻസും ക്ലാസ് റൂമിലും ഒക്കെ നടക്കുക. അപ്പോൾ അങ്ങനെ കണ്ട് വളർന്നൊരു കൾച്ചറിൽ നിന്നാണ് വന്നേക്കുന്നത്. അതായത് പാരൻസ് അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല ഈ ടി വിയുടെ അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. അവർ നീ ചില സമയത്തൊക്കെ 6th 7th പഠിക്കുമ്പോൾ ഇങ്ങനെ, അയ്യോ എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് ഇത്ര കിട്ടിയില്ലെങ്കിൽ ഇതിലൊക്കെ ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്തൊക്കെ പാരൻസ് കണ്ടിട്ടുണ്ട്, നിന്നോട് ആരും ഇവിടെ റാങ്ക് മേടിച്ച് തരാൻ പറഞ്ഞിട്ടില്ല, പഠിച്ചാൽ മതി, ജയിച്ചാൽ മതി എന്നൊരു വാക്കുണ്ടായിരുന്നു. അതൊരു ഭയങ്കര അഷുറൻസാണ്. പിന്നെ അതിന് ഉഴപ്പിയിട്ടുണ്ടെന്നല്ല, അത്യാവശ്യം എബോവ് ആവറേജ് ആയിട്ട് പഠിക്കുമായിരുന്നു. അപ്പം ആ ടൈം അങ്ങനെയാണ് ഈ മൂവീസ് എന്നുള്ളത് നമ്മുടെ തലയ്ക്ക് പിടിക്കാൻ തുടങ്ങിയത്. എന്നുവെച്ചാൽ ഇത് തന്നെയാണ് നമ്മൾ ലോകം കാണാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ പല കൾച്ചേഴ്സ് മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ ഈ സീരിയൽസ് അല്ലെങ്കിൽ സിനിമയിൽ കൂടിയായിരുന്നു. പിന്നീടുണ്ടായത് ബിഗ് ബ്രേക്ക് ത്രൂ ഹാപ്പൻഡ് വെൻ ഐ ജോയിൻഡ് ഫോർ ഡിഗ്രി. ഞാൻ ബിടെക് ചെയ്യാനൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത്, അതായത് കമ്പ്യൂട്ടർ മാത്സ്. അപ്പം ഒബ്വിയസ്ലി നമ്മുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എഞ്ചിനീയറിംഗിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ആഗ്രഹം നമുക്കും തോന്നും. പക്ഷേ എന്തുകൊണ്ടോ അത് സെറ്റ് ആവത്തില്ല എന്ന് വീട്ടുകാർക്ക് തോന്നിയപ്പം എൻട്രൻസ് എഴുതണ്ട, നീ ഡിഗ്രിക്ക് എന്നുള്ളൊരു മൈൻഡാക്കി. അങ്ങനെ വന്നപ്പോഴത്തേനും പിന്നെ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി എടുത്തിട്ട് ഇനി ഒരു MBA കൂടി എടുത്തിട്ടേ തീർക്കുള്ളൂ എന്നുള്ളൊരു മൈൻഡിലാണ് ഡിഗ്രി എടുക്കാൻ പോയത്. സോ അപ്പോൾ ചിന്തിച്ചാണ്, ഓക്കെ ഇംഗ്ലീഷ് എടുക്കാം, ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണല്ലോ. അപ്പം ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ലിറ്ററേച്ചർ വേണ്ട, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് എടുക്കാമെന്നുള്ള തോട്ട് വന്നതും അതെടുക്കുന്നതും. ആൻഡ് ഇറ്റ് ചേഞ്ച് ടു മൈ ലൈഫ് ഫോർ എവർ, ഐ വുഡ് സേ ദാറ്റ്. ആ ഒരു 3 വർഷം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ഒതുക്കി വെച്ചിരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇൻട്രോവേർട്ടായിരുന്നു ഒരു സ്കൂൾ ടൈം ഫുൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന എൻ്റെ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങിയത് ഈ 3 വർഷമായിരുന്നു. പാട്ടിൽ, ഡാൻസിൽ, ആക്ടിങ്ങിൽ ഒക്കെ ഉള്ളതെല്ലാം വന്നുകൊണ്ടിരുന്നത് ആ ടൈമിലാണ്. ഞാനങ്ങനെ അവിടുത്തെ ഭയങ്കര സ്റ്റാർ ആയിരുന്നു എന്നല്ല പറയുന്നത്, പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു പാട്ട് പെട്ടിയായിരുന്നു. എപ്പോൾ ആര് പാട്ട് പാടാൻ ചോദിച്ചാൽ പാട്ട് പാടും, അങ്ങനെ. അപ്പം അതിൻ്റെ ടുവേർഡ്സ് ലാസ്റ്റ് സെമിസ്റ്ററാണെന്ന് തോന്നുന്നു, 3 വർഷത്തെ കോഴ്സിൽ 5th or 6th സെമിസ്റ്ററിലാണ് തിയേറ്റർ സ്റ്റഡീസ്, മൂവി സ്റ്റഡീസ് ഇങ്ങനത്തെയൊക്കെയുള്ള സബ്ജക്ട്സ് വരുന്നത്. അപ്പോൾ മൂവി സ്റ്റഡീസിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് ക്ലാസ്സിൽ ഇരുത്തി സിനിമ കാണിച്ചു തരും, അതിൻ്റെ സ്റ്റോറി അനാലിസിസ് എഴുതാൻ പറയും, ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയും. ആൻഡ് ക്യാരക്ടർ സ്കെച്ച് ഇസ് നോട്ട് ജസ്റ്റ് സ്പെസിഫിക് ടു ദി പ്രോട്ടഗോണിസ്റ്റ്. ആ ഹീറോയോ ഹീറോയിൻ്റെ മാത്രമല്ല, നമ്മളെല്ലാവരും വാച്ച് ചെയ്താലും നമുക്ക് ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതാനൊക്കെ തോന്നും. അപ്പം ഈ സിനിമ എങ്ങനെ കാണണം, എങ്ങനെ ആണ് ഒരു സിനിമയുടെ സ്ട്രക്ചർ പോകുന്നത്, അതായത് സിനിമയ്ക്കൊരു ഇൻട്രൊഡക്ഷൻ, ഒരു കോംപ്ലിക്കേഷൻ, ഒരു ക്ലൈമാക്സ് ആൻഡ് എൻഡ്, ഇങ്ങനെ 4 പാർട്സ് ഉണ്ട്. സിനിമ സ്കോപ്പ് എങ്ങനെയാണ്, ആൻഡ് ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സിനിമ, എവല്യൂഷൻ ഓഫ് വേൾഡ് സിനിമ, ദ ക്ലാസിക്സ് സിനിമാസ് ഫ്രം ഹോളിവുഡ്, അല്ലെങ്കിൽ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സിനിമകൾ, ചലച്ചിത്രങ്ങൾ. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ചിലതൊക്കെ ബൈസൈക്കിൾ ഡയറീസ്, പിന്നെ ചാർലി ചാപ്ലിൻ്റെ ചില മൂവീസുണ്ട്, ദ ഡിക്റ്റേറ്റർ, അങ്ങനത്തെ കുറേ പടങ്ങൾ. എനിക്കൊന്ന് ചാർലി ചാപ്ലിൻ്റെ ഒരു മൂവി കാണിച്ചിട്ടായി. ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ മൂവി നെയിം. ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടെങ്കിൽ പറയണേ. അതൊരു ഈ കഥ ഇങ്ങനെയാണ്. ചാർലി ചാപ്ലിൻ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു യുവതിയെ സ്നേഹിക്കുന്നു, ആൻഡ് ഹൗ ഹി ഹെൽപ്സ് ഹെർ എന്നൊക്കെ ഉള്ളതാണ് ആ സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയെ പറ്റിയിട്ട് അറിയുന്നവർ ഇതിൻ്റെ കമൻറ്റിൽ ഇട്ടോ. ആ സിനിമയുടെ പേരെന്താണെന്ന് ഞാനിപ്പം മറന്നുപോയി. അപ്പോൾ അങ്ങനെ ആ സിനിമ ആൻഡ് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ 1960s ഇറങ്ങിയിട്ടുള്ള
സൈക്കോ എന്നുള്ള മൂവി. ആൻഡ് അത് കണ്ടപ്പോഴാണ് ഇപ്പോഴത്തെ പല സൈക്കോ ത്രില്ലേഴ്സും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് മനസ്സിലായത്. ആൻഡ് ആ മൂവി ഇസ് മേ ബി അറൗണ്ട് 2.5 hours ആയിരിക്കും. പക്ഷെ ആ മൂവി കൊണ്ടുപോകുന്ന പല 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 സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ആൻഡ് ആ ഒരു സമയത്ത് അത്രയും ചിന്തിച്ച് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ട്രമെൻഡസ്. ആൻഡ് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഫ്രെയിംസ്. ആൻഡ് ഒരു പെർട്ടിക്കുലർ സീനുണ്ട് വേർ ദിസ് ലേഡി ഈസ് ബീൻ കിൽഡ്. അപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് സൂം ചെയ്തിരിക്കുന്ന ലെൻസിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് ആ ഷോട്ട്. എന്നിട്ട് സൂം ഔട്ട് ചെയ്ത് വരികയാണ് വേർ ഷീ ഈസ് ഷോൺ ഫുള്ളി. ആൻഡ് ഫോർ ദറ്റ് പെർട്ടിക്കുലർ സീൻ ഈ ആക്ട്രസിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആക്ട്രസ് ഹാഡ് ടു ഓപ്പൺ ഹെർ ഐസ് ഫോർ എറൗണ്ട് എത്രയോ മിനിറ്റ് വരെ പുള്ളിക്കാരി ഇങ്ങനെ തുറന്നു വച്ചിരിക്കുന്നതായിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയിൽ, ഇത് പിന്നാമ്പറ കാഴ്ചകളിൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന കേൾവികളിലൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഇരുന്നേ പറ്റുള്ളൂ, കാര്യം ഇല്ലാതെ ആ ഷോട്ട് അവിടെ നടക്കത്തില്ല. അപ്പം അങ്ങനെയാണ് സിനിമയിലേക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുക. അപ്പോൾ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് മാം സപ്ന എന്നാണ് മാമിൻ്റെ പേര്. മാം എപ്പോഴും പറയും, ഈ സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പം ദ വേ യു വാച്ച് മൂവി വിൽ ചേഞ്ച് ഫോർ യു. ആൻഡ് ഇറ്റ്സ് വെരി ട്രൂ. അതിന് ശേഷം പിന്നെ വി ഒബ്സർവ് മെനി തിങ്സ്. വി ഒബ്സർവ് ലിറ്റിൽ സ്റ്റെപ്സ് വിച്ച് ഇസ് ഗോയിങ് അറൗണ്ട് ഇൻ ദാറ്റ് പ്ലേസ്. ഓരോരോ സാധനങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും, ഓരോ ജെസ്റ്റർ ഒബ്സർവ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. ഒബ്സർവേഷൻ ബിക്കംസ് എ കീ ഫോർ ദോസ് ഹൂ ലേൺസ് അബൌട്ട് മൂവീസ്. അങ്ങനെയാണ് ഒരു മൂവി ഭ്രാന്തിയായത്. സോ ഇറ്റ്സ് അബൌട്ട് 18 minutes ഫോർ നൗ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും 20 minutes ആവുമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഹോബി, ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് മൂവീസ് കാണലാണ്. സീരീസ് ഐ ഡോണ്ട് പ്രിഫർ മച്ച്, പക്ഷെ എന്നാലും കാണും. പക്ഷേ എല്ലാ സീസൺസും ഇറങ്ങി കഴിയുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ എല്ലാം 1 to 6, 7 കാണാനാണ് എനിക്ക് ആഗ്രഹം. സോ ഐ ഓൾവേസ് പ്രിഫർ മൂവീസ് സീക്വൽസ് ഇറങ്ങിയാലും ഐ ലവ് വാച്ചിങ് ഇറ്റ്. So movie is my favorite hobby, and here ends the story of how I like movies. So thank you for watching, and we'll see you in next video. Bye bye.